जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपीजन वल्लभा जय गिरिवरधारी जय यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनातीरवनचारि जय राधा माधवा जय कुंज बिहारी जय राधा माधव जय राधा माधव जय राधा माधव जय राधा माधव जय राधे जय राधे जय राधे जय श्री राधे जय प्रभुपाद जय प्रभुपाद जय प्रभुपाद जय श्रील प्रभुपाद जय गुरुदेव जय गुरुदेव जय गुरुदेव जय श्री गुरुदेव निताय गौर हरि बोल निताय गौर हरि बोल हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे श्रील प्रभुपाद की जय श्रील गुरुदेव की जय निताय गौर പ്രമാനന്ദേ ഹരി ഹരി ബോൾ ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം ഇന്ന് നമ്മള് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 16 വായിക്കാം ഹരേ കൃഷ്ണ നാസതേ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ട്വാന്തസ്തനയോസ്തത്വദർശിഭിഃ നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ട്വാന്തോ സ്തനയോസ്തത്വദർശിഭിഃ ഹരേ കൃഷ്ണ വിവർത്തനം ഇല്ലാത്തതായ ഒന്നിന് അതായത് ഭൗതിക ശരീരം നിലനിൽപ്പില്ല സനാതനമായതിന് ആത്മാവിന് നാശവുമില്ല തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത് ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്ന ശരീരം ശാശ്വതമല്ല വ്യത്യസ്തങ്ങളായ സെല്ലുകളുടെ പ്രവർത്തനങ്ങളാലും പ്രതിപ്രവർത്തനങ്ങളാലും നിമിഷം തോറും ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിച്ചിട്ടുണ്ട് ശരീരത്തിന് വളർച്ചയും വാർദ്ധക്യവും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ആത്മാവാകട്ടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റങ്ങളെ അതിജീവിച്ച് ശാശ്വതമായി നിലകൊള്ളുന്നു ആത്മാവും ദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് സ്വാഭാവികമായി ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും ആത്മാവ് ശാശ്വതവും അത്രേ അവ്യക്തഗത ബ്രഹ്മവാദികളും സാകാരവാദികളുമായ എല്ലാ തത്വദർശികളുടെയും അഭിപ്രായം ഇതാണ് വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ വാസസ്ഥലങ്ങൾക്കും സ്വയം പ്രകാശമായ ആധ്യാത്മിക സവിശേഷമുണ്ടെന്ന് വിഷ്ണു പുരാണം ഉദ്ഘോഷിക്കുന്നു ജ്യോതിംഷി വിഷ്ണോർ ഭുവനാനി വിഷ്ണു അസത് സത് എന്നീ പദങ്ങൾ യഥാക്രമം ഭൗതിക പദാർത്ഥം ആത്മാവ് എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് പ്രയോഗിച്ചിട്ടുള്ളത് എല്ലാ തത്വദർശികളുടെയും അഭിപ്രായം ഇതാണ് അജ്ഞാനത്തിന് അടിമപ്പെട്ട് പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശം ഇവിടെ ആരംഭിക്കുകയാണ് പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തദ്ദംശങ്ങളായ ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ബോധം ഉദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു തന്നെ കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിക്കുന്ന ആൾ തനിക്കും സർവേശ്വരനായ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം പൂർണ്ണത്തിനും അംശത്തിലും ഉള്ള അന്യോന്യ ബന്ധം തന്നെയെന്ന് അറിയുമ്പോൾ ഭഗവാന്റെ പരമോന്നതാവസ്ഥ മനസ്സിലാക്കുന്നു വേദാന്ത ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലും പരമപുരുഷനെ എല്ലാ പ്രാദുർഭാവങ്ങളുടെയും ഉറവിടമായി അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രാദുർഭാവങ്ങൾ ഉത്തമ അധമ പ്രകൃതികളാണ് അപ്രകൃതികളായാണ് അനുഭവപ്പെടുന്നത്
ജീവാത്മാക്കൾ ഉത്തമ പ്രകൃതിയുടെ ആണെന്ന് 7-ാം അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. ശക്തിയും ശക്തിമാനും തമ്മിൽ അന്തരമില്ല. എങ്കിലും ശക്തിമാൻ ഉത്കൃഷ്ടനെന്നും ശക്തി അഥവാ പ്രകൃതി വിധേയമെന്നും പറയപ്പെടുന്നു. അങ്ങനെ ജീവാത്മാക്കളെല്ലാം യജമാനന് സേവകരെന്ന പോലെ, ഗുരുവിനെ ശിഷ്യരെന്ന പോലെ അജ്ഞാനത്തിന്റെ സ്വാധീന വലയത്തിലായിരിക്കുമ്പോൾ ഈ വ്യക്തമായ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാനും അവരെ എല്ലായ്പ്പോഴും ഉദ്ബുദ്ധരാക്കാനും ആയിക്കൊണ്ട് സർവേശ്വരൻ ഭഗവത്ഗീത ഉപദേശിച്ചു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാഞ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രമാനന്ദേ ഹരി ഹരി ബോൽ. എല്ലാ വൈഷ്ണവർക്കും എന്റെ പ്രണാമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇവിടെ നമ്മള് ഇന്നത്തെ ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞു തരുന്നത് സത്ത് അസത്ത്, അതായത് ഇതുവരെ നമ്മൾ പഠിച്ചു ദ്വന്ദ്ങ്ങളെ കുറിച്ചായിരിക്കും. ദ്വന്ദ്ങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത് അല്ലെ. ശീതോഷ്ണ സുഖദുഃഖങ്ങളെ കുറിച്ചും മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാപായനോ നിത്യം താം തിദിക്ഷസ്വ ഭാരത. അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും, അതിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അതിന് അതേപോലെ 15-ാമത്തെയിലും പറഞ്ഞിട്ടുണ്ട്, എം ഹീന വ്യതേന്ദ്രന്റെ പുരുഷം പുരുഷർഷഭ സമ ദുഃഖ സുഖം ധീരം സ്വാമൃതത്വായ കൽപ്പതേ. അതായത് സുഖദുഃഖങ്ങളിൽ അസ്വസ്ഥനാകാതെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നവനെയാണ് ധീരൻ. അതായത് ഒരു തരത്തിലും മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശരി തെറ്റ് ദ്വന്ദ്ങ്ങൾ, അതായത് നല്ലത് ചീത്ത, വിഷമം സന്തോഷം, ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഓരോരോ അവസ്ഥകളാണ്. നമ്മുടെ മനസ്സ് ചിന്തിക്കുകയാണ്, എനിക്ക് ഈ സാധനം കിട്ടിയാൽ എനിക്ക് സന്തോഷം, അല്ല ഈ സാധനം എനിക്ക് വേണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് കിട്ടുമ്പോൾ എന്തായി, നമുക്കത് സന്തോഷമായി. എന്നാൽ അതേ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴോ നമുക്ക് ദുഃഖമായി. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ്, അവര് നമ്മളെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് പറയണ, കാരണം അവർക്ക് വേറെ ആൾക്കാരുണ്ടോന്ന് നമുക്കറിയില്ല അല്ലെ. പക്ഷെ അവര് നമ്മുടെ അടുത്ത് നിൽക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താവും, നമുക്ക് അതിന്റെ മുകളിൽ ദുഃഖമാവും. അതുപോലെ തന്നെ കാറ്റ്, മഴ, ഭയങ്കര ചൂട്, ഭയങ്കര തണുപ്പ്, ഇതെല്ലാം നമ്മളുടെ അവസ്ഥകളാണ്. ഈ തണുപ്പ് നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല, പക്ഷെ തണുപ്പ് സഹിക്കുന്ന ആളുകളില്ലേ, അവർക്കത് പറ്റും. അപ്പൊ ഈ ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത് അതൊരു സ്ഥായിയായ ഭാവമല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോ നമുക്ക് ഒരു കുടം എടുത്താൽ ആ കുടം എന്ന് പറയുന്നതിന്റെ ബേസിക് എന്താ, മണ്ണാണ് അല്ലെ. അപ്പൊ ആ മണ്ണ് എങ്ങനെയാണോ രൂപപ്പെട്ട ഒരു കുടമായിട്ട് മാറുന്നത്, അതുപോലെ നമ്മുടെ ഈ കാണുന്ന എല്ലാ പ്രകൃതിയുടെ അവസ്ഥകളും, നമ്മുടെ ഈ ശരീരമടക്കം എല്ലാം അങ്ങനെ രൂപപ്പെട്ട് വന്നതിന് നാശമുണ്ട്. ഒരിക്കലും അത് സ്ഥായി ആയിട്ടുള്ള ഭാവമേ അല്ല. സ്ഥായി ആയിട്ടുള്ള ഭാവം ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് ഭഗവാൻ, സത്യം, സത്ത്, നമ്മുടെ ആത്മാവ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാൻ ആത്മാവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്ലോകത്തില് ഇങ്ങനെ എടുത്തെടുത്ത് സത്ത് അസത്ത് എന്നുള്ളത് പറയണം. കാരണം എന്താന്ന് വെച്ചാല്, ഭഗവാൻ ഇങ്ങനെ അർജുനന് ഈ ഉപദേശം കൊടുക്കുമ്പോ അർജുനന്റെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല അല്ലെ. കാരണം ഏതൊക്കെയൊക്കെ പറഞ്ഞു, പിന്നെ അടുത്തയിലേക്ക് പോണു എന്നല്ല. ഭഗവാൻ അത് ഈ ദ്വന്ദ്ങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ട്
അടുത്തൊരു ദ്വന്ദ്മായ സത്ത് അസത്ത്. സത്ത് എന്താണ്, അസത്ത് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സത്ത് എന്ന് പറയുന്നത് എന്താണ്, അതാണ് ഇനി ഭഗവാൻ വളരെ വിശദമായിട്ട് പറയാൻ പോകുന്നത് അല്ലെ. അപ്പൊ അതിന്റെ രൂപം എന്താണ്, അതിന്റെ ക്വാളിറ്റീസ് എന്താണ്, സോറി, അങ്ങനെ ഓരോന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇല്ലാത്ത ഒന്നിന് നിലനിൽപ്പില്ല. ഏതാണ് ഇല്ലാത്തതൊന്നെന്ന് പറയണതെന്ന് വെച്ചാൽ, ഇപ്പൊ ഘടാകാശം എന്ന് പറയണ പോലെ തന്നെ, ഘടം എന്ന് പറയണത് പോലെ തന്നെയാണ് നമ്മുടെ ഈ ശരീരം. നമ്മുടെ ഈ ശരീരം കുറച്ച് നാൾ ഇവിടെ നിലനിൽക്കും, ഒരു 60, 70, 100 വയസ്സ് വരെ. ഇപ്പൊ ഭാഗവതത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 100 വയസ്സിന്റെ ഇതാണ് പറയണത്. 100 വയസ്സിൽ തന്നെ എത്രയോ പേര് 100 വയസ്സ് വരെ ഇരിക്കാൻ പറ്റൂലേ, വളരെ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. ആ 100 വയസ്സ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റാൻഡേർഡ്, ആ 100 വയസ്സ് വരെ ഈ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. അപ്പൊ നമ്മൾ ആ 100 വയസ്സിന്റെ ആ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ സത്ത്, നമ്മുടെ സ്വരൂപം എന്താന്ന് നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ ആരാണ്, നമ്മൾ എന്തിനു വന്നതാണ്, ഇവിടെ എന്താണ് നമ്മുടെ ഉദ്ദേശം, നമ്മൾ ഇനി ഇതിനെ എങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുക. അപ്പോ കുറച്ചു ദിവസം മുമ്പ് ഒരു ഇത് കേട്ടതാണ്. അതായത് നമുക്കറിയാം, ഇപ്പൊ നടന്ന ഒരു സംഭവത്തിനെ പറ്റി അറിയാം. അപ്പൊ അവരുടെ ബുക്കിൽ പറയണു അത്രേ, ജനിച്ച ആൾക്കാര് മരിക്കുക, അങ്ങനെ, അതായത് കൊല്ലുക, അത് അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഇതായിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ ചെയ്ത് അവസാനം ഒരു ഭഗവാന്റെ അടുത്ത് എത്തുന്നു. അത് വിശ്വാസമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭഗവാൻ എന്താ പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഒരു തരത്തിലും തെറ്റായ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഭഗവാന് വേണ്ടിയുള്ള സേവനം, അത് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. ഭഗവത് സേവനം എന്നാൽ, നമ്മൾ പറയുന്നതിന്റെ ഇപ്പൊ നമ്മൾ കുറേ ശാസ്ത്രങ്ങൾ പഠിച്ചു എന്ന് വെച്ചു, കുറെ അധികം വിവരം ഉണ്ടായിട്ടും നമ്മൾ തെറ്റായിട്ട്, അപ്പൊ അങ്ങനെ നല്ല വിവരങ്ങളും നല്ല ഇതൊക്കെ ഉണ്ടായാൽ നമുക്ക് കുറച്ച് സത്വഗുണം വളരും, സത്വഗുണം നമുക്ക് ഉണ്ടാവും. പക്ഷെ ഈ സത്വഗുണം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിൽ ആ ഗുണങ്ങൾ ഉണ്ടാവും. ആ ഗുണങ്ങൾ ഉണ്ടാവുമ്പോ എന്താണ്, നമ്മൾക്ക് താഴെ വീഴാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് ഭഗവാനെ മനസ്സിലാക്കാനാണ്. ഭഗവാൻ തന്നെ പറഞ്ഞു തരേണ്ടത് നമുക്ക്, സ്ത്രീ ആയാലും കുട്ടികളായാലും താഴ്ന്ന ജാതിക്കാരായാലും ആരാണോ എന്നെ ഭജിക്കുന്നത് അവർക്ക് മാത്രമേ എൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പ്രഭുപാദ ഭഗവാൻ നമുക്ക് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു തന്നുണ്ട്. സത്ത് എന്ന് പറഞ്ഞാല് ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവാണ്, അതിനൊരിക്കലും നാശമില്ല. അതിന്റെ ക്വാളിറ്റീസ് നമുക്ക് അതൊക്കെ പറഞ്ഞു തരും. അപ്പൊ ആ സത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ദ്വന്ദ്ഭാവങ്ങൾ കുറയും, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിൽ എല്ലാവരിലും ഈ ദ്വന്ദ്ഭാവങ്ങൾ ഉണ്ടാക്കാണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ശ്രമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ ഭൗതിക ലോകത്തിലെ പലതരത്തിലുള്ള കെട്ടുപാടുകളിൽ പെട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതിന്റെ ഉള്ളില് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പ് മാതിരി ഒരു അനുഗ്രഹമാണ് പ്രഭുപാദയുടെ ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ ആസിറ്റീസ്. എന്താണോ നമ്മുടെ ഗുരുപരമ്പരയിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ട്രഷർ, ആ നിധിയാണ് നമുക്കിപ്പോ ഇവിടെ വരെ തന്നേക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും പെടാണ്ട് നമുക്കറിയാം നമുക്ക് എന്താണ് നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിന്റെ ഉദ്ദേശം, ഈ മനുഷ്യ ശരീരത്തിൽ കൂടെ നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്നും അത് നേടിയെടുക്കേണ്ട പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാവണം. അപ്പൊ ഈ സത്തിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുന്നിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മുടെ ചൈതന്യ മഹാപ്രഭു 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം സന്യാസം എടുത്തു. അപ്പൊ ആ എന്തിനാണ് അത്രയും ഉത്കൃഷ്ടമായ ഒരു ഇതിലേക്ക് അദ്ദേഹം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. കാരണം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, നമുക്ക് ഈ ശരീരത്തിൽ നിന്നുള്ള നമ്മുടെ രക്ഷ നേടാനുള്ള ഒരേ ഒരു മാർഗം ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ കൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം അദ്ദേഹം എന്തിനാണ്, തന്റെ കർത്തവ്യങ്ങള് നിറവേറ്റാനായിട്ട് എല്ലായിടത്തും പോയിട്ട് അത് പ്രചരിപ്പിക്കാൻ. അപ്പൊ പ്രചരിപ്പിച്ച് ഓരോ സ്ഥലത്ത് പോയി അദ്ദേഹം അതിൻ്റെതായ ആ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നുള്ള കർമ്മം, നമ്മൾ എങ്ങനെയാണ് ഭഗവാൻ പാദങ്ങളിൽ എത്തിച്ചേരാനായിട്ടുള്ള നമ്മുടെ വഴി എന്നുള്ളത് നമുക്ക് ക്ലിയർ ആക്കി തന്നു. ഇവിടുത്തെ നമ്മുടെ ഈ
ഭാവാർത്ഥത്തില് പ്രഭുപാദ എന്താ പറയണതെന്ന് വെച്ചാല്, നമ്മൾക്കറിയാം, നമ്മളൊക്കെ സയൻസിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ 10 ക്ലാസ് വരെ എന്തായാലും സയൻസ് പഠിക്കും അല്ലെ, വിശദമായിട്ടാണെങ്കിൽ കുറച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് ഈ ശരീരം ഇങ്ങനെ ഓരോരോ ഡെഡ് സെല്ല് വളരുമ്പോൾ വിഭജനം ഉണ്ടാവുമ്പോൾ ഡെഡ് സെൽസ് എല്ലാം മാറിപ്പോയിന്നും, പിന്നെ അതിങ്ങനെ വളർന്നാണ് ഈ ശരീരം വളരുന്നതെന്നും, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളാണ് ഈ ശരീരത്തിൽ മുഴുവനെന്നൊക്കെ നമുക്കറിയാം. അത് എന്താ പറയാ, ഈ ശരീരത്തിൽ ഇങ്ങനെ സെൽസ് മാറുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് വരുമ്പോൾ ചെറിയ കുട്ടിയിൽ നിന്ന് വലിയ കുട്ടിയായി, ആ വലിയ കുട്ടിയിൽ നിന്ന് വൃദ്ധനായി, അപ്പൊ നമ്മുടെ കുറെ കഴിയുമ്പോൾ ഡെഡ് സെൽസിന്റെ ഇത് കൂടുമ്പോഴാണ് ശരീരം ചുക്കിച്ചുളിയണതും മാംസം തൂങ്ങണത്, അങ്ങനെയൊക്കെയുള്ള വാർദ്ധക്യത്തിൻ്റെതായ പല ഘടകങ്ങളും നമ്മളെ വരുന്നതും എല്ലാം ഈ സെല്ലിന്റെ ഡിവിഷന്റെയും അതിലുള്ള ഹോർമോൺസിന്റെയും അതിലുള്ള ഇതിന്റെ എല്ലാം വ്യത്യാസങ്ങളാണെന്നെല്ലാം നമുക്ക് സയൻസിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഈ അങ്ങനെയുള്ള ആ ഒരു സയൻസ്, അപ്പൊ ചില ആൾക്കാരുണ്ടല്ലേ നമ്മൾ ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവർക്ക് വേണ്ടത് സയൻസിൽ എന്താണ് ഭഗവാൻ പറയണതെന്നാണ്. സോറി, ഭഗവാനല്ല, ശാസ്ത്രജ്ഞന്മാര്, സയന്റിസ്റ്റ് എന്താ പറയണെന്നാണ് അവർ നോക്കുക. അവരൊരിക്കലും ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അവര് ഭഗവാനെ കണ്ടിട്ടില്ല. ഏറ്റവും രസം എന്താ, അവരെന്താ കണ്ടിട്ടുള്ളത് ശരിക്കും? നമുക്ക് തന്നെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമ്മുടെ ശരീരം പുറഭാഗം പോലും കാണാൻ സാധിക്കുന്നില്ല അല്ലെ. പിന്നെ നമ്മൾ എന്തർത്ഥത്തിലാണ് ഭഗവാനെ കണ്ടില്ല എന്ന് പറയണതെന്ന് നമ്മൾക്ക് ചിന്തിച്ചാൽ മതി. ഒരു കണ്ണാടിയുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് പോലും നമ്മളെ പോലും കാണാൻ പറ്റില്ല. അപ്പോ അങ്ങനെയുള്ള ആ നമ്മളാണ് പറയണത്, നമ്മൾക്ക് ഈശ്വരൻ പറയണത്, ഈശ്വരൻ പറഞ്ഞു അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞു എന്നുള്ളതിനെ എടുക്കാനായിട്ട് സാധിക്കാതെ. ഇവിടെ പ്രഭുപാദ നമ്മളോട് പറയണു, ഈ നിമിഷം തോറും നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. അപ്പോ ഓരോ ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? ഓരോ ദിവസം നമ്മുടെ ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയണില്ല അല്ലെ, ഓരോ ബർത്ത്ഡേ എന്ന് പറയണത് എന്താ, നമ്മുടെ ഓരോ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് ഈ കൃഷ്ണാബോധത്തിൽ വരുമ്പോ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, കാരണം ഭഗവാന് സേവ ചെയ്യണല്ലോ കൃഷ്ണ, നമ്മൾക്ക് അത് മാത്രമേ നമ്മൾ നോക്കണുള്ളൂ. ഇവിടെ പ്രഭുപാദ പറയണു, ആത്മാവാകട്ടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റങ്ങളെ അതിജീവിച്ച് ശാശ്വതമായി നിലകൊള്ളുന്നു. ആത്മാവ് ശരീരത്തിന്റെയും മനസ്സിന്റെയും, അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും എന്ന് പറയാൻ കാരണം, ഈ മനസ്സാണ് നമ്മളെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, ഇപ്പൊ നമ്മള് ഭാഗവതത്തിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ പറഞ്ഞു വരുന്നുണ്ട്, ശരീരം ഒരു രഥമാണെന്നും ആ രഥത്തിന്റെ 5 കുതിരകളാണ് ഇന്ദ്രിയങ്ങളെന്നും, ആ ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാണിട്ടിട്ട് അല്ലെ, മനസ്സാണെന്ന കടിഞ്ഞാണുണ്ട്, ബുദ്ധി എന്ന സാരഥിയാണ് നിയന്ത്രിക്കുന്നതെന്ന്. അപ്പോ ഈ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഈ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാണ്. ഇപ്പൊ നമ്മളോട് കണ്ണ് പറയും, ഇപ്പൊ കണ്ണ് കാണണു അല്ലെ, ചെവി കൊണ്ട് കേൾക്കണു, വായുകൊണ്ട് സംസാരിക്കണു, നാവുകൊണ്ട് രുചിക്കണു, ഇതെല്ലാം നമ്മൾ സ്പർശനം അറിയണു, ഇതെല്ലാം നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ അറിയണം. ഈ ഇന്ദ്രിയങ്ങളാവുന്ന കുതിരകൾ നമ്മളെ ഓരോരോ സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? മനസ്സ്. എങ്ങനെയാണ്? ഒരു ആഹാരം കാണുമ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നണത് മനസ്സിൽ കൂടെയാണ്. നമുക്കത് കാണുമ്പോൾ, കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്കറിയാം അതിന്റെ രുചി. അതൊരിക്കൽ രുചിച്ചിട്ടുള്ളവന് മാത്രം അത് മനസ്സിലാവും അല്ലെ. രുചിച്ച് കാണുമ്പോൾ അവന് തോന്നും ഇതെനിക്ക് കഴിക്കണം. അപ്പൊ ബുദ്ധി പറയും വേണ്ട, അത് അത്ര നല്ല സ്ഥലത്തൊന്നല്ല കഴിക്കണേ. പക്ഷെ മനസ്സിന്റെ ആഗ്രഹം മനസ്സിനെ പിടിച്ചു കെട്ടാണ്ടാവുമ്പോ നമ്മൾ എന്താ ചെയ്യാ? നേരെ പോയിട്ട് ആ സാധനം മേടിച്ച് കഴിക്കുമ്പോൾ ഒരു പക്ഷേ അത് നമ്മുടെ വയറിന് പിടിക്കില്ല. ചിലവർക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, വയറിന് ലൂസ് മോഷൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക, ഇതെല്ലാം വരാൻ കാരണം എന്താ? നമ്മുടെ മനസ്സ് നമ്മുടെ അധീനതയിലല്ല. മനസ്സിന്റെ ആ ആഗ്രഹങ്ങള് ബുദ്ധി പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞാലും മനസ്സിന്റെ ആഗ്രഹങ്ങളാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ പ്രഭുപാദ പറയണത് എന്താ? ആത്മാവാകട്ടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റങ്ങളെ അതിജീവിച്ച് ശാശ്വതമായി നിലകൊള്ളുന്നു. അപ്പൊ ഈ ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ആത്മാവ് എന്ന് പറയണത് ഇതിലുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഇല്ലേ. നമ്മൾ മുഴുവനും ഈ ശരീരത്തിനെ മാത്രമാണ്, നമ്മൾ ഈ ശരീരത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ ശരീരത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ എന്താ? ജിമ്മ്.
ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് ബ്യൂട്ടി പാർലർ. പണ്ട് ഉണ്ടായിരുന്നില്ല, പണ്ട് 1 2 സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആയിരുന്നേ ഉള്ളൂ. ഇന്ന് എവിടെ നോക്കിയാലും ഒരു ബ്യൂട്ടി പാർലറിൽ പോവാത്തൊരു പോണ തെറ്റെന്നല്ല പറയണത്. ബ്യൂട്ടി പാർലർ ഇല്ലാത്തൊരു സ്ഥലമില്ല, ജിമ്മില്ലാത്തൊരു സ്ഥലമില്ല, ഹോസ്പിറ്റലുകളും അതിനനുസരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, എത്രത്തോളം ഹോസ്പിറ്റലുകൾസ് ഉണ്ടോ അത്രത്തോളം രോഗികളുണ്ട്. എങ്ങനെ ഈ രോഗികൾ ഉണ്ടാവണം? എങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ അസുഖം വരുന്നു? നമ്മളുടെ നിയന്ത്രിതമല്ലാത്ത നമ്മുടെ ആഹാരത്തിന്റെയും ജീവിത രീതിയുടെയും. അതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ആത്മാവിന് അല്ലെങ്കിൽ ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഈ ശരീരം. ഇതൊരു ഉപാധി മാത്രമാണ്. ഈ ശരീരം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ഈ മനുഷ്യ ശരീരം നമ്മളുടെ ഒരു ബോട്ടാണ്. ഇത് ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് എത്തിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ തിരിച്ചറിയണം, ഭഗവാനെ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ആത്മാവും ദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അതായത് ആത്മാവ് ശാശ്വതമാണ്, ദ്രവ്യം നാശമുള്ളതാണ്. സ്വാഭാവികമായി ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും ആത്മാവ് ശാശ്വതമത്രേ. അവ്യക്തിഗത ബ്രഹ്മവാദികളും സാകാരവാദികളുമായ എല്ലാ തത്വദർശികളുടെയും അഭിപ്രായം ഇതാണ്. അവരെന്താ പറയണത്? അവരും പറയണത് ഇത് തന്നെയാണ്. കാരണം ശാശ്വതം ആത്മാവ് മാത്രമല്ല, അവരുടെ കണക്കിന് ഭഗവാൻ വ്യക്തരൂപം ഉള്ള ആളല്ലല്ലോ. ഭഗവാൻ വ്യക്തി രൂപത്തിൽ അവർ കണക്കാക്കണില്ല. പക്ഷെ അവരും പറയണത് ഇത് തന്നെയാണ്. വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ വാസസ്ഥലങ്ങൾക്കും സ്വയം പ്രകാശമായ ആധ്യാത്മിക സവിശേഷമുണ്ടെന്ന് വിഷ്ണു പുരാണം ഉദ്ഘോഷിക്കുന്നു. ജ്യോതിഷിയും വിഷ്ണോർ ഭുവനാനി വിഷ്ണു, അസത്ത് സത്ത് എന്നീ പദങ്ങൾ യഥാക്രമം ഭൗതിക പദാർത്ഥം, ആത്മാവ് എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എല്ലാ തത്വദർശികളുടെയും അഭിപ്രായം ഇതാണ്. അപ്പോ ഇവിടെ വിഷ്ണു ഭഗവാന്റെ ലോകത്തിനെ കുറിച്ച് പറയാണ്. അതായത് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് എന്നാണ് പറയണത്. അതായത് ഭഗവാന്റെ ആ വാസസ്ഥലം, ഭഗവാന്റെ വാസസ്ഥലം എത്ര പറയാം, പ്രകാശം അവിടെ അത്രയും അധികം പ്രകാശമാനമാണ്. അവിടെ നമുക്ക് വെളിച്ചത്തിന്റെ ആവശ്യമില്ല. സൂര്യന്റെയോ ചന്ദ്രന്റെയോ തദ്ഭാസ്യതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാന നിവർത്തന്തേ തദ്ധാമം പരമം മമ. ഇത് അടുത്ത വരുന്ന കുറെ അധ്യായത്തിന്റെ മുന്നിലേക്ക് വരുമ്പോ പറയുന്നുണ്ട്. ന തദ്ഭാസ്യതേ സൂര്യോ ന ശശാങ്കോ ന പാവക. അവിടെ സൂര്യന്റെ ആവശ്യമില്ല, ചന്ദ്രന്റെ ആവശ്യമില്ല, വൈദ്യുതിയുടെയും ആവശ്യമില്ല. ഭഗവാന്റെ തന്നെ ആ ബ്രഹ്മജ്യോതിസിൽ അതിങ്ങനെ അങ്ങോട്ട് അങ്ങനെ എന്താ പറയാ, ഒരു നമ്മള് കുറെ ഫംഗ്ഷനൊക്കെ അല്ലെങ്കിൽ ഒരു ഇതിലൊക്കെ പോകുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ, നിറച്ചിങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കണ പോലെ അതിലും തേജസ്സാണ് ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകത്തില്. അങ്ങനെയുള്ള വൈകുണ്ഠ ലോകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മഹാഭാരതത്തില് ഭീഷ്മദേവര് ഭഗവാനെ കണ്ടിട്ട് ഭഗവാന്റെ ആ പാർത്ഥസാരഥി രൂപത്തിനെയാണ് കാണുന്നത്. കാരണം ഭീഷ്മദേവരെ എപ്പോഴും അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ആ പാർത്ഥസാരഥി രൂപത്തിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ആ പാർത്ഥസാരഥി രൂപം കണ്ടിട്ട് അങ്ങനെ ആ വൈകുണ്ഠത്തിലേക്കാണ് അദ്ദേഹം ചെല്ലുന്നത്. ഭഗവാന്റെ ആ പാർത്ഥസാരഥിയുടെ ആ വാസസ്ഥലമായ ആ വൈകുണ്ഠത്തിലേക്ക് എത്തണമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ വൈകുണ്ഠത്തിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട് അല്ലെ. ജയവിജയന്മാര് വൈകുണ്ഠത്തിൽ നിന്ന് സനകാദികള് ചതുഷ്കുമാരന്മാര് അവിടെ ചെല്ലണതും അവർക്ക് ശാപം കൊടുക്കുന്നതും അവരിവിടെ വന്ന് അവതരിക്കുന്നതും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ വൈകുണ്ഠം എന്ന് പറയുന്നത് ഒരു മിഥ്യയല്ല, അതുണ്ട്. ആ വൈകുണ്ഠ ലോകത്തിനെ കുറിച്ച് നമുക്ക് അതിനപ്പുറം ഗോലോക വൃന്ദാവനം ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൽ കൂടിയാണ് കിട്ടിയത്. വൈകുണ്ഠം എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ. ഭഗവാന്റെ വൈകുണ്ഠത്തിൽ പോണം, വൈകുണ്ഠത്തിലെത്തി എന്നൊക്കെയാണ് നമ്മളിപ്പോ നമ്മുടെ ആരാണ് പൂന്താനം തിരുമേനിയെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും നമ്മൾക്ക് വൈകുണ്ഠത്തിനെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പ്രഭുപാദം പറയുന്നത് അദ്ദേഹത്തിന്റെ വാസസ്ഥലങ്ങൾക്ക് സ്വയം പ്രകാശമായ ആധ്യാത്മിക സ്ഥിതിവിശേഷമുണ്ടെന്ന് വിഷ്ണു പുരാണം പറയുന്നു. എല്ലാ തത്വദർശികളുടെയും അഭിപ്രായം ഇതാണ്. എന്താണ് തത്വദർശികൾ പറയണത്? അസത്ത് സത്ത് എന്ന പദാർത്ഥങ്ങള് ഭൗതിക പദാർത്ഥത്തിനെയും ആത്മാവ് എന്നിവയും ബന്ധപ്പെടുത്തി ഉള്ളതാണ്. പിന്നെ അജ്ഞാനത്തിന് അടിമപ്പെട്ട്, എന്താണ് അജ്ഞാനം? അജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിവില്ലായ്മ, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഞാൻ ആരാണ്, എന്റെ സത്വം എന്താണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള അറിവ്
നമുക്കില്ല. അതിനെയാണ് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ അജ്ഞാനത്തിന് അടിമപ്പെട്ട് പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്ക്, അവരെന്തിനാ പരിഭ്രാന്തരാവണമെന്ന് വെച്ചാൽ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് എല്ലാം ആസ്വദിക്കണം, ഭഗവാൻ ആസ്വദിക്കുന്ന പോലെ എനിക്ക് ആസ്വദിക്കണം, എനിക്ക് ഈ ശരീരം കിട്ടിയിട്ടുള്ളത് എന്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു തട വന്നു കഴിഞ്ഞാൽ എന്താവും? അവരാകെ പരിഭ്രാന്തരാകും. അവർക്ക് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു, ഇപ്പൊ രാവണനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. രാവണൻ വളരെയധികം പേടിച്ചു. എന്തിനാ? രാമനെ വന്നപ്പോ തന്നെ, അല്ലെങ്കിൽ രാമൻ വന്നത് തന്നെ രാവണവധത്തിനാണെന്നുള്ള പറഞ്ഞപ്പോ ഭയങ്കര അധികം പേടിച്ചു. ഹിരണ്യകശിപു എല്ലാവരും ഭഗവാനെ പേടിച്ചു. എന്തുകൊണ്ടാണ്? അവരുടെ ആ ഭൗതിക ആസ്വാദനത്തിനുള്ള ആഗ്രഹം. അപ്പൊ അവരെയൊക്കെ പരിഭ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരാ ശരീരത്തിലാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്, അവരുടെ ആസ്വാദനത്തിനാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ജീവാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശം ഇവിടെ ആരംഭിക്കുകയാണ്. അത് എങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്? ആത്മാവിനെ കുറിച്ചുള്ള തത്വജ്ഞാനം നമുക്കിനി വരുന്ന ശ്ലോകങ്ങളിൽ കൂടെ മനസ്സിലാക്കാം. പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ബോധം ഉദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു. അപ്പൊ അജ്ഞത മൂലമാണ് പരിഭ്രാന്തം ഉണ്ടാവണതെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ട് അതിനെങ്ങനെയാണ് അതില്ലാണ്ടാക്കേണ്ട വിധവും പറഞ്ഞു തന്നു. പൂജ്യനും പൂജകനും. ആരാണ് പൂജ്യൻ? ഭഗവാൻ. ഭഗവാനെയാണ് നമുക്ക് പൂജിക്കേണ്ടത്, അല്ലെ? പൂജകര് നമ്മളാണ്. അപ്പോ ആ ഒരു ബന്ധം എങ്ങനെയാണ്? പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കള്, നമ്മളെല്ലാം ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ അംശമാണായ ജീവാത്മാക്കള് ഭഗവാനെ പൂജിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കുക. അതാണ് അംശങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ ജീവസത്തകൾ എന്ന് പറയുന്നത് ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാൻ ആരാണ്? പൂർണ്ണനാണ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാത്തിന്റെയും കാരണം, അല്ലെ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പോ എല്ലാത്തിന്റെയും ആ വിഗ്രഹമായ ഭഗവാൻ, ആ വിഷ്ണു അല്ലെ കൃഷ്ണൻ, ആ ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിട്ടുള്ളത്. ഭഗവാന്റെ അംശങ്ങളാണ് നമ്മള്. ആ ഒരു ബോധത്തോടു കൂടെ, അപ്പൊ ഞാനല്ല പൂർണ്ണൻ, എനിക്കൊന്നും ഇതിലൊന്നും ഒരു എന്താ പറയാ, ഞാനായിട്ടല്ല ഇതൊന്നും ഉണ്ടായതല്ലേ, ഇതെല്ലാം എന്റെ ഭഗവാന്റെ അനുഗ്രഹമാണ്. ഒരു പുൽക്കൊടി പോലും, ഈ ഒരു ചെറുവിരൽ പോലും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, എന്തെങ്കിലും നമ്മളുടെ ശരീരത്തില് അനക്കം ഉണ്ടാവണത് എന്തുകൊണ്ടാ? ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാ, അല്ലെ? ഒരു ശരീരം മരിച്ചു കിടന്നുണ്ടെങ്കിൽ അതിന് അനക്കില്ല, അങ്ങോട്ടൊന്നും പോണ്ട. ആത്മാവിന്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കണത്, നമ്മൾക്ക് തീരെ ആഗ്രഹം, നമുക്കൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ കൈ മൂവ് ചെയ്യണതിന്റെ ഒക്കെ എല്ലാത്തിന്റെയും ഓരോ കാര്യങ്ങൾ, ആ പ്രായം വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കാണണ്ടല്ലേ. എത്രയോ ഓടി നടന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോഴും ആ ആത്മാവിനൊരു മാറ്റം അവിടെ വരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് മാത്രം ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. അങ്ങനെയുള്ള ആ ബോധം, എന്ത് ബോധമാണ്? ഞാൻ അംശമാണെന്നും എൻ്റെ കടമ ഭഗവാനെ സേവിക്കുകയാണെന്നുള്ള ബോധം വരുമ്പോൾ നമ്മളുടെ അജ്ഞത എന്ന് പറയുന്നത് താനെ ഇല്ലാണ്ടാവും. സർവേശ്വരനായ കൃഷ്ണനും തനിക്കും തമ്മിലുള്ള ബന്ധം പൂർണ്ണത്തിനും അംശത്തിനും തമ്മിലുള്ള അന്യോന്യ ബന്ധം തന്നെയെന്ന് അറിയുമ്പോൾ ഭഗവാന്റെ പരമോന്നതാവസ്ഥ മനസ്സിലാക്കുന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാലുള്ള ഗുണം എന്താണെന്നാണ്? നമ്മൾ ആരാണെന്നും ഭഗവാൻ ആരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേദാന്ത ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലും പരമപുരുഷനെ എല്ലാ പ്രാദുർഭാവങ്ങളുടെയും ഉറവിടമായി അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളും ഭാഗവതവും ജന്മാദ്യസ്യ ഏതോ അന്വയാദി തരത് ചാർത്തേഷു അഭിജ്ഞസ്വരാട്. ഭഗവാൻ അഭിജ്ഞസ്വരാടാണ്, എല്ലാത്തിന്റെയും പൂർണ്ണനാണ്. എല്ലാ പൂർണ്ണവും ഭഗവാനിൽ നിന്നാണ്. എല്ലാം പൂർണ്ണത്തിന്റെ ഉറവിടമായിട്ടുള്ള എല്ലാ അറിവിന്റെയും ഉറവിടം ഭഗവാനാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എല്ലാത്തിന്റെയും ഉൽപ്പത്തി ഭഗവാനിൽ നിന്നാണ്. ഭഗവാനാണ് എല്ലാത്തിന്റെയും അറിവിന്റെ കേന്ദ്രം. ഭഗവാൻ എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്യണത് ഭഗവാനാണ്. പക്ഷെ ഭഗവാനെ ക്രിയേറ്റ് ചെയ്യാൻ ഒന്നും ആവശ്യമില്ല, ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉറവിടം. അപ്പൊ ആ ഒരു സത്യം വേദങ്ങളിൽ കൂടിയും ഭാഗവതത്തിലും കൊണ്ട്, ഭാഗവതം എന്ന് പറയുന്നത് വേദത്തിന്റെ തന്നെ ഒരു സാരാംശമാണ്, അല്ലെ?
അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ല, ഭഗവാന്റെ ആ ഉന്നതമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രാദുർഭാവങ്ങൾ ഉത്തമ അധമ പ്രകൃതികളായാണ് അനുഭവപ്പെടുന്നത്. അതായത് അധമ പ്രകൃതിയും ഉത്തമ പ്രകൃതി. പ്രകൃതി എന്ന് പറയുന്നത്, ഉത്തമ പ്രകൃതി എന്ന് പറയുന്നത് നമ്മള് ഈ ജീവസത്തകളും, അധമ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ജീവാത്മാക്കൾ ഉത്തമ പ്രകൃതിയുടെ ആണെന്ന് 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 7-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ശക്തിയും ശക്തിമാനും തമ്മിൽ അന്തരമില്ല, എങ്കിലും ശക്തിമാൻ ഉത്കൃഷ്ടനെന്നും ശക്തി അഥവാ പ്രകൃതിക്ക് വിധേയനാണെന്നും പറയപ്പെടുന്നു. പ്രകൃതി, അതായത് നമ്മളെല്ലാം ഭഗവാന് വിധേയരാണ്. നമുക്കല്ലാണ്ട് വേറൊന്നും തന്നെത്താനായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവൊന്നും നമ്മളിലില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭഗവാൻ തന്നിട്ടുള്ള അനുഗ്രഹമാണ് നമുക്കിതെല്ലാം ചെയ്യാനും പറയാനും കേൾക്കാനും നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും ആ ഭഗവാന്റെ ഒരു സാന്നിധ്യം, അല്ലെ, ഭഗവാന്റെ ഒരു അനുഗ്രഹം. അങ്ങനെ ജീവാത്മാക്കളെല്ലാം യജമാനന് സേവകരെന്ന പോലെ, ഗുരുവിന് ശിഷ്യരെന്ന പോലെ അജ്ഞാനത്തിന്റെ സ്വാധീന വലയത്തിലായിരിക്കുമ്പോൾ ഈ വ്യക്തമായ ജ്ഞാനം ലഭിക്കുക. എന്തിനാ പ്രഭുപാദ രണ്ടും പറഞ്ഞിട്ടുണ്ട്? യജമാനന് സേവകൻ എന്ന പോലെ എന്ന് പറഞ്ഞത് എന്തിനാ? നമ്മളല്ല യജമാനൻ. ശരിയായിട്ടുള്ള യജമാനൻ ആരാണ്? സാക്ഷാൽ ഭഗവാൻ. ഗുരുവിന് ശിഷ്യൻ എന്ന പോലെ, കാരണം ഗുരുവിൽ കൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ജ്ഞാനം വെളിവാകുന്നുള്ളൂ. ഈ ജ്ഞാനത്തിനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുപരമ്പര വളരെ മുഖ്യമാണ്. ശരിയായിട്ടുള്ള ജ്ഞാനം നമുക്ക് ശരിയായിട്ടുള്ള പരമ്പരയിലുള്ള ഗുരുവിൽ നിന്ന് തന്നെ കേൾക്കണം. അതാണ്ട് നമ്മളിപ്പോ ഈ ഒരു ശാസ്ത്രം, ഭഗവത്ഗീത, നമ്മൾ എത്ര കേട്ടാലും എവിടെ നിന്നൊക്കെ കേട്ടാലും ഒരിക്കലും ഭഗവാന്റെ ആ വ്യക്തിരൂപത്തിനെ കുറിച്ച് ആരും പറഞ്ഞു തരുന്നില്ല. എല്ലാവരും എന്താ പറയണത്? ഭഗവാൻ തന്നെ സ്വയം പറയുന്നു, ഞാൻ വ്യക്തിരൂപത്തിലുള്ള, അല്ലെങ്കിൽ എന്റെ രൂപം ഇതാണെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാണ്ട് ഭഗവാൻ രൂപമില്ലാത്ത ആളാണെന്നും, ഭഗവാന്റെ എന്താ പറയാ ശക്തി, ആ ഭഗവാന്റെ ജ്യോതിസ്, അത് മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഭഗവാന്റെ ആ പൂർണ്ണമായ സ്വരൂപത്തിനെ ആരും അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് നമുക്ക് എവിടെ നിന്നാ കിട്ടിയത്? നമുക്ക് വന്നിട്ട് ഈ ബ്രഹ്മജ്യോതിസിൽ നിന്ന് ആ ഭഗവാൻ, പൂർണ്ണനായ ഭഗവാനെ മനസ്സിലാക്കി തന്നത് നമ്മുടെ ഗുരുപരമ്പരയിൽ കൂടിയാണ്. അപ്പോ അങ്ങനെയുള്ള ആ ശിഷ്യൻ എങ്ങനെ ഗുരുവിനെ സേവിച്ച് തത്വജ്ഞാനം ഗ്രഹിക്കുന്ന ആ ശിഷ്യൻ, അങ്ങനെയുള്ള ഒരു ശിഷ്യന് മാത്രമേ അജ്ഞാനം ഇല്ലാണ്ടുമാവുന്നുള്ളൂ. ആ ശിഷ്യന് മാത്രമേ അജ്ഞാനത്തിനെ മാറ്റി മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നുള്ളൂ. അപ്പോ അങ്ങനെ വേണം നമ്മൾ ജ്ഞാനം സ്വീകരിക്കാൻ. തദ്വിധി പ്രതിപാദേന, നമ്മൾ ആ വിധിയാവണ്ണം ഗുരുവിനെ സേവിച്ചിട്ട് വേണം നമ്മളുടെ ജ്ഞാനം വളർത്താൻ, അജ്ഞാനത്തിനെ ഇല്ലാണ്ടാക്കാൻ. ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാനും അവരെ എല്ലായ്പ്പോഴും ഉദ്ബുദ്ധരാക്കാനും ആയിക്കൊണ്ട് സർവേശ്വരൻ ഭഗവത്ഗീത ഉപദേശിച്ചു. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, എന്തിനാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്? എന്തിനാണെന്നാ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്? ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാനും എല്ലായ്പ്പോഴും ഉദ്ബുദ്ധരാക്കാനും. അപ്പൊ വെറുതെ അല്ല ഭഗവാൻ ഭഗവത്ഗീത അർജുനനെ സാക്ഷിയാക്കിയിട്ട് പറഞ്ഞു തന്നത്. അർജുനനോട് പറയണ്ടേ, നിമിത്തം മാത്രം ഭവസവ്യസാചിൻ, നീ ഒരു നിമിത്തം മാത്രമാണ് അർജുന. ഞാൻ നിന്നെ നിമിത്തമാക്കിക്കൊണ്ട് അർജുനന് കൊടുക്കുന്ന ഓരോ ഉപദേശങ്ങളും ഭഗവാൻ നമുക്കായിട്ട് തരുന്നതാണ്. അപ്പൊ ആ ഉപദേശങ്ങളെ എന്തിനാണ് ഭഗവത്ഗീതയിൽ കൂടെ നമുക്ക് തന്നത്? നമ്മളെ ഈ അജ്ഞാനമാകുന്ന ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീത. കാരണം കലിയുഗാണ് വരുന്നത്. കലിയുഗത്തിലെ ജനങ്ങള് മന്ദബുദ്ധികളാണ്. മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യോ ഹി ഉപദ്രുത. അവർക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതെന്ന് പോലും അറിയില്ല. അങ്ങനെ പ്രായണ അല്പായുഷാസഭ്യ കലോസ്മിൻ യുഗേ ജന. ഈ കലിയുഗത്തിലുള്ള ജനങ്ങളെല്ലാം വളരെ ഇത് കുറഞ്ഞവരാണ്. ആയുസ്സും കുറവാണ്, ബുദ്ധിയും കുറവാണ്, അവർക്ക് മടിയും എല്ലാം ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഭഗവാൻ എന്താണ് നമുക്ക് ഭഗവത്ഗീത ഉപദേശിച്ചത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ഭഗവത്ഗീതയിലെ 16-ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ പറഞ്ഞത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ചോദിക്കാനുണ്ടെങ്കിലോ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം മാതാജി എന്നാല്. നിർത്താം മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പറയൂ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പറഞ്ഞതാണ് അല്ലെ. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണവൃന്ദയ്ക്ക് ജയ്. ഹരേ കൃഷ്ണ മാതാജി. പ്രഭു ഒന്നും വേറെ ഒന്നും ഇല്ലല്ലോ, പറയാനൊന്നുമില്ലല്ലോ. താങ്ക് യു മാതാജി. നന്ദി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. ഞാൻ വെളിയിലാണ് മാതാജി, അതാ ഞാൻ സംസാരിക്കാൻ പറ്റാത്തത്. കുഴപ്പമില്ല പ്രഭു, അതിനെന്താ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നല്ല ക്ലാസ്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നിർത്താല്ലേ പ്രഭു?